ഹലോ ഗായ്സ്, നമ്മളിന്ന് വന്നേക്കുന്ന മൈൻക്രാഫ്റ്റ് ആണ്. നേരത്തെ ഇതല്ല, പുതിയ ഒരു സെർവറാണ്. അപ്പോൾ ഞാനില്ല കുറേ സാധനങ്ങൾ എന്തൊക്കെ ഓണാക്കി വെച്ചേക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു മാപ്പൊക്കെ കിട്ടി. ഓക്കെ, അവിടെ എന്തോ ട്രഷർ ചെസ്റ്റ്. ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഓണാക്കിയപ്പോൾ ഇങ്ങനത്തെ ഒക്കെ വന്നായിരുന്നു. ഞാൻ ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ ഗൈസ്. ഞാനത് എടുത്ത് നോക്കട്ടെ. ഇതെന്താ ഇവിടെ ഗോൾഡൻ ഷൂ കിടക്കുന്ന? ഗൈസ്, നമുക്ക് ഗോൾഡൻ ഷൂ കിട്ടി. ഗോൾഡൻ ഷൂ, ടോർച്ചൊക്കെ ഉണ്ട്. ഡയമണ്ട് ആർമർ, നെതറൈറ്റ് മോനെ. ആദ്യം ഡയമണ്ട് ആർമർ ഇടാം. ഡയമണ്ട് ആർമർ മുഴുവനോടില്ല. നമുക്ക് ഡയമണ്ട് സൂക്ഷിച്ചു വെക്കണോ? ഷീൽഡ് ഉണ്ടോ? ഇല്ല, ഷീൽഡ് നമുക്ക് ഉണ്ടാക്കാന്നേ ഉള്ളൂ. കാരണം പറയട്ടെ, ഈ ചെസ്റ്റേ നമുക്ക് എടുക്കാം. ഫുഡ് ഇവിടെ ഇരിക്കട്ടെ. ബോ എമറാൾഡ്, സോഡ്, പിക്കാസ്, ഷവല്, ഇത് പിന്നെ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഡയമണ്ട് എന്തായാലും വേണം. ഇനി നമുക്ക് എന്തോ വേണ്ടേ? കുറച്ച് വുഡ് എടുത്ത് വെച്ചേക്കാം, ആവശ്യം വരും. ഇനി ഇതെടുത്ത് ഈ ചെസ്റ്റോടെ അങ്ങ് പൊട്ടിക്കാം. ചെസ്റ്റിലുള്ള എല്ലാം കിട്ടി. എന്നാലും ഒറ്റയടിക്ക് നമ്മൾ ഡയമണ്ട് കണ്ടുപിടിച്ച് ഗൈസ്. ഇത് പാർട്ട് 1 കേട്ടോ. ഞാൻ എന്തൊക്കെ ഓണാക്കിയിട്ടേക്കുന്നുണ്ടോ മേളിൽ. നമ്മൾ എത്ര ദിവസം പ്ലേ ചെയ്തതെന്ന്. ഓക്കെ, പുതിയ സെർവറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ഒരു ഷീൽഡ് ഉണ്ടാക്കാം. ഓക്കെ, ഷീൽഡിന് നമുക്ക് കുറച്ച് വുഡ് വേണം. ഇനി നമുക്കൊന്നും വേണ്ട, ഒരു വീടും കുറച്ച് ഐറ്റംസും മാത്രം മതി ഗൈസ്. ഇത് എവിടം വരെ പോത്? ആക്സിൻ്റെ പവറുണ്ടോ ഗൈസ്? പിന്നെ ഇല്ലേ, നിങ്ങൾ ഇതുവരെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് നേരെ പോയി ഒരു ഇതുണ്ടാക്കാം, ക്രാഫ്റ്റിംഗ് ടേബിൾ. നമ്മുടെ വുഡ് എടുത്ത് ഇവിടെ വെച്ച് എല്ലാം കിട്ടി. ഓക്കെ, നമുക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ വെച്ച ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ശരിക്കും പറഞ്ഞ് ഇനി സ്റ്റിക്കും വേണ്ട, ഒരു കുന്ത്രാണ്ടും വേണ്ട. കാരണം ഇനി എന്തോ വേണ്ടതെന്ന് വെച്ചാൽ ഫർണസ്. ഇത് ഇപ്പോൾ എന്തോ മാറ്റണ്ട, മാപ്പെടുത്ത് മാറ്റാം. മാപ്പ് നമുക്ക് ആവശ്യമുണ്ട്, അത് കളയാൻ പാടില്ല. ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ? ഗോൾഡൻ ബൂട്ട് കളഞ്ഞേക്കാം. ഓക്കെ, ഇനി നമുക്ക് തിരിച്ചു കിട്ടി, കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടേ? അയ്യോ, ചത്ത് എന്തോ നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റുന്ന കൈ. എൻ്റെ കയ്യിൽ എന്തോ ഇരിക്കുന്നതെന്നുണ്ടല്ലോ. ആദ്യത്തെ കില്ല്, നമ്മുടെ ആദ്യത്തെ കില്ല് ഗൈസ്. നമുക്കിനി ഷിയേഴ്സ് ഉണ്ടാക്കാം. ഷിയേഴ്സ് എന്തേ? ബക്കറ്റ് ഉണ്ടാക്കിയേക്കാം. കിട്ടിയ ബക്കറ്റാ? കിട്ടി. ഷിയേഴ്സ് ഇവിടെ എങ്ങാണ്ടുണ്ടായിരുന്നല്ലോ. ഇനി നമുക്കൊരു ഷീൽഡും. ഇനി നമുക്ക് ഷീൽഡ് ഇട്ടു. ഷിയേഴ്സ് ഇതെടുത്ത് ഇവിടെ ആക്കട്ടെ. ഷിയേഴ്സ് ഇവിടെ ആക്കട്ടെ. മാപ്പ് എവിടെ ആക്കും? ഇതിവിടെ ആക്കട്ടെ. നമുക്കൊരു വീട് ഇപ്പം തന്നെ വേണം ഗൈസ്. ഇതെവിടെ നിന്ന്? ഇത് ഞാൻ നേരത്തെ ട്രീ ചോപ്പ് ചെയ്തില്ല, അപ്പോൾ വീണതാ. അയ്യോ, സ്കെൽട്ടൻ ഓടിക്കോ. സ്കെൽട്ടൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്തിനാ ഓടുന്നത്? ഫുഡില്ല. സ്കെൽട്ടനെങ്ങാണ്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ തീർന്ന്. ഓക്കെ ഗൈസ്, നമുക്കിനി ഒരു വീടാണ് വേണ്ടത്. വീടിന് പറ്റിയ സ്ഥലം ഞാൻ ഈ മൗണ്ടൻ്റെ മേളിൽ വെച്ചാലോ? നമുക്കേ ഈ മൗണ്ടൻ്റെ മേളിൽ വീട് വെക്കാം കേട്ടോ. ഷിയേഴ്സില്ലേ, ഷീപ്പിനെ കൊല്ലണ്ട. ഷിയേഴ്സ് ഉള്ളത് കൊണ്ട് ഷിയേഴ്സിൻ്റെ ഉപകാരം അറിയാത്തവരോട് പറയുകയാണ്. ഇതുകൊണ്ട് നമുക്ക് ഇതൊക്കെ എടുക്കാം. കണ്ടോ, ലീവ്സ് അതൊക്കെ ഇങ്ങനെ എടുക്കാം. പിന്നെ എന്തുവാ,
ഒറ്റയടിക്ക് ഷീപ്പിൻ്റെ കയ്യിൽ നിന്ന് 3-2 കിട്ടും. കൊല്ലുവാണെങ്കിൽ ഒറ്റ ഒരെണ്ണമല്ല കിട്ടുന്നത്. നമുക്ക് ഇതും കൊണ്ട് അതിനേക്കാളും ബെറ്റർ ചെയ്തേ ഷീപ്പ്. ബ്രൗൺ ഇതാല്ലേ. അയ്യോ അയ്യോ അറിയാണ്ടടിച്ചോടാ. സോറി മോനെ. എത്ര എണ്ണം കിട്ടി? 3-2 3 ബെഡ് ഉണ്ടാക്കട്ടെ. ബെഡ് ഓക്കെ, ബെഡ് ഉണ്ടാക്കട്ടെ. ഞാൻ ഷീയസ് മാറ്റാം. അയ്യോ രാത്രിയായി. ബെഡ് ഉണ്ടാക്കി. ഇനി നമ്മൾ പേടിക്കണ്ട. ഇനി നമുക്ക് എന്തിനാ പേടി? ക്രാഫ്റ്റിംഗ് ടേബിൾ വരട്ടെ. ഇനി ക്രീപ്പേഴ്സിനെയാണ് പേടിക്കണ്ട. ഇനി ഇതിൻ്റെ മണ്ടയിലോട്ടൊന്ന് ഞാൻ കയറട്ടെ ഗൈസ്. ഒന്ന് വേഗം പോടേ. ഓക്കെ, ഞാൻ ഒന്ന് മണ്ടയിലോട്ട് കയറട്ടെ ഗൈസ്. ഞാൻ കുറച്ച് വുഡൊക്കെ എടുത്ത് കുഞ്ഞു വീടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇത്രയും വലിപ്പം വേണോ? ഇത്രയും പോലെ. ഓക്കെ, എന്നോട് വീട് പണിയാൻ അറിയുമെന്ന് ചോദിച്ചാൽ അത്യാവശ്യമൊക്കെ അറിയാം. പക്ഷെ ഇപ്പം നമ്മുടെ കയ്യിൽ അധികം സാധനങ്ങളില്ല. അതുകൊണ്ട് ഞാൻ കുഞ്ഞു വീടാണ് പണിയുന്നത്. അതൊന്ന് ക്ഷമിച്ചരണം. അതാണ് ചത്ത്. ഓക്കെ, ഇതെടുക്കട്ടെ. എന്നാൽ നെതറൈറ്റിൻ്റെ ഒക്കെ ആദ്യമായിട്ട് കിട്ടുന്ന എനിക്ക്. ഞാൻ ബോൺ കൊടുത്ത് ഒരു പട്ടീനെ വാങ്ങിച്ച്. എടാ പട്ടി പോവല്ലേ, ഇങ്ങോട്ട് വന്ന. നീ ഇല്ലേ ഷീപ്പിന് ഒന്ന് കൊല്ലല്ലേ. അതിനെ നമുക്ക് വേണമെങ്കിൽ ഫാമിന് കൂട്ടാം. ഇവിടെ ഇരിക്കുന്നേ. ഞാൻ കുറച്ച് വുഡും കുറച്ച് സാധനങ്ങൾ വീട് പണിയുള്ള ഇതൊക്കെ എടുത്തിട്ട് കാണാട്ടെ ഗൈസ്. ഓക്കെ, ഞാൻ 3 ദിവസം സർവൈവ് ചെയ്തു. പിന്നെ ഇവിടെ ഒരു ഫാമിങ് തുടങ്ങി. പിന്നെ ഇതിൻ്റെ ഉള്ളിലിട്ട് ഒരു ചിക്കൻ ഇരിക്കുന്നുണ്ട്. അതെ, ഇത് കണ്ടോ? ഇവനെ അറക്കണോ? അറുത്താലോ? ഇവന്മാരെ കൊണ്ടൊരു ഫാം ഉണ്ടാക്കാം. എന്നിട്ടേ അറക്കാലേ. പിന്നെ എൻ്റെ കയ്യിൽ റെസ്റ്റോണൊക്കെ കിട്ടി കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിലൊരു സാധനം ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇതെവിടെ ഇരിക്കട്ടെ. ഇതെടുത്ത് ഇവിടെ ആക്കട്ടെ ഒന്ന്. എന്നിട്ട് ഇത് ഇവിടെ വെച്ചിട്ട് ഞാനില്ലേ ഫർണസ് ഉണ്ടാക്കട്ടെ. ഫർണസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. മാറ കോഴി തല്ലിക്കൊല്ലണോ? ഒന്നാമതെ ഫുഡില്ലാണ്ടിരിക്കും. നിന്നെയും കൂടി അറുത്ത് ബാക്കിയുള്ളത് കഴിക്കാൻ. അതിന് എപ്പോഴാണോ വളരുന്നത്? ഞങ്ങൾ 3 ദിവസമായിട്ടോ സർവൈവ് ചെയ്തേ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കുക്ക് ചെയ്യാൻ വെക്കാം. ഇതിങ്ങനെ ചെയ്താൽ ഇത് കിട്ടുമോ? അതറിഞ്ഞില്ല കേട്ടോ. ഇതൊരെണ്ണം. അയ്യോ, ഒരെണ്ണം ഇവിടെ ഇരുന്നാൽ മതി. ഇനി ഇത് എൻ്റെ ചെസ്റ്റിലേക്ക് വെക്കട്ടെ. ചത്ത എല്ലാം പോയി. ഇനിയും ഇതൊക്കെ വേണം ഗൈസ്. ഇതെന്തുവാ? പംകിൻ സീഡ്, കോക്കോ ബീൻസ്. പംകിൻ സീഡ് നമുക്കൊരു സ്ഥലത്ത് ഇത് കഴിക്കാനൊന്നും പറ്റൂല. പിന്നെ എന്താ കാണിക്കാനും ഞാൻ കുറച്ച് ഡെക്കറേഷനൊക്കെ ആക്കട്ടെ കേട്ടോ എൻ്റെ വീട്. ഓക്കെ, ഡെക്കറേഷൻ ഞാനില്ലേ കുറേ എൻ്റെ വീട് അപ്ഗ്രേഡ് ആക്കിയിട്ടുണ്ട്. തറയും പിന്നെ ഇവിടെയായിട്ട് കോഴികൾക്കൊരു കുഞ്ഞ് വീടുണ്ടാക്കി. പിന്നെ മേളിലോട്ട് കണ്ടോ ഇങ്ങനെ ഇല വെച്ച് ഡെക്കറേറ്റ് ചെയ്തു. പിന്നെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു സാധനം കൂടി ചെയ്തു. ഫാമിങ്, മരത്തിൻ്റെ ഫാമും ഉണ്ട്, പിന്നെ ഈ ഫാമും ഉണ്ട്. പിന്നെ ഇത് കണ്ടോ സൈഡിലായിട്ട് ഇവിടെയും കൂടി വെച്ചിട്ട് ഇങ്ങനെ മേളി അടുത്ത എപ്പിസോഡ് നമ്മൾ ഇതൊക്കെ മുഴുവൻ കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ വീട് ചിലപ്പോൾ ഒന്ന് മാറ്റി വെക്കും. പിന്നെ ഞാനില്ല ഒരു സ്ഥലത്ത് ചത്തു ഗൈസ്. നമ്മുടെ കയ്യിൽ എമറാൾഡ് എടാ ഇവൻ നല്ല OP ഐറ്റംസ്. മീനെ കിട്ടും. മീൻ ബക്കറ്റ് 3 എമറാൾഡ് കൊടുത്താ.
ഓക്കെ, എൻ്റെ കയ്യിലൊന്നുമില്ല ഗൈസ്. നമുക്കപ്പോൾ ഇവനെ നൈസിലങ്ങ് കൊന്നാലോ. നമ്മളിപ്പോൾ മാപ്പിൽ ഈ ഷീൽഡ് ഒന്ന് എടുത്ത് മാറ്റട്ടെ. എന്നാൽ ഷീൽഡിൻ്റെ കാര്യത്തിൽ തീരുമാനമാവാറ്. കണ്ടോ ഗൈസ്, ഇതെവിടം വരെ പോയെന്നൊന്ന് നോക്കട്ടെ. ഗൈസ്, ഇവിടെ ആയിട്ടാണ് നമ്മുടെ വീട്. ഓക്കെ, നമുക്ക് ഇനിയില്ലേ ഇതാരാ ഈ മാപ്പ് മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാനുള്ള. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് ഇങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ നമുക്ക് വീണ്ടും കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കാം. വില്ലേജ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ഇങ്ങനെ റീസ്പോൺ. പിന്നെ ഞാനൊരു കാര്യം കാണിക്കാൻ പറഞ്ഞായി. കാണിച്ചായിരുന്നോ? നമുക്ക് പുതിയ പട്ടീനെ കിട്ടി. പട്ടീനെയും കൂടെ കൊണ്ടുപോകാം. ഓക്കെ, വാടാ. ആരെയും കൊല്ലരുത്, അതേ എനിക്ക് പറയാനുള്ളൂ. ഓടാ. ടെലിപ്പോർട്ടിങ് പവർ ഉണ്ടോ പട്ടിയ? ആദ്യമായിട്ടോ ഞാൻ ഇങ്ങനത്തെ പട്ടീനെ കാണുന്ന. ഇപ്പത്തെ കണ്ടില്ലേ, പണ്ട് ഞാൻ പ്രോയാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ. ഗോയ്സ്, നമുക്ക് അടുത്ത പ്രാവശ്യം ഇത് ഐലൻഡിലായിട്ട് വീട് വെക്കണം. എൻ്റെ പട്ടിക്കുട്ട, ഇത് ഫീഡ് ചെയ്യാൻ പറ്റുമോ? എടാ കള, മര്യാദയ്ക്ക് എൻ്റെ ഫുഡാടാ. നീ ആരെ കൊല്ലാനാ പോകുന്നത്? എൻ്റെ മാപ്പ് എടുക്കട്ടെ ഗൈസ്. തിരിച്ച് വീട്ടിൽ തന്നെ എത്തണം, അതാ ഒരു പ്രശ്നം. അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. അയ്യോ, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹായ് എടാ, കൊല്ലല്ല. ഈ പൊട്ടൻ്റെ എൻ്റെ പട്ടി സിറ്റ്. എൻ്റെ കയ്യിലുള്ള ഒരു സീഡുണ്ട്. വാ. ഈ പട്ടീനെ ഇപ്പം സ്റ്റാൻഡപ്പ് ആക്കാം. ഓക്കെ, നമുക്ക് ഈ കോഴീനെ മറ്റേ കൂട്ടി കൊണ്ടുപോയിടാം കേട്ടോ. പട്ടി അവനെങ്ങാനും വല്ലതും ചെയ്താൽ നിന്റെ കൂണ്ടി അടിച്ചു പൊട്ടിക്കും കേട്ടോ. ഓക്കെ, നമുക്കപ്പോൾ നേരെ വീട്ടിലോട്ട് പോവാം ഗൈസ്. അപ്പോൾ ഇതിലുണ്ടല്ലോ, നമ്മൾ ഇന്ന് എല്ലാം ഫാമിങ് തുടങ്ങി. പിന്നെ കോഴീനെ പിടിച്ച് വീടിൻ്റെ ഉള്ളിലിട്ട് ഒരു വീടുണ്ടാക്കി, പിന്നെ ഒരു ഫാം ഉണ്ടാക്കി. അപ്പോഴത്തേക്ക് ഈ ട്രീ വലുതായ. ഒക്കെ ഫാമുണ്ടാക്കി, കോഴീനുണ്ട്, വീടുണ്ടാക്കി. പിന്നെ നമുക്കൊരു കുഞ്ഞു പട്ടിക്കുട്ടീനെ കിട്ടി. ഇവനങ്ങനെ നമുക്ക് കുറേ ഉപകാരമുണ്ട്, ഉപകാരമില്ലാന്നല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയും പോരെ, കുറച്ച് ലോങ് ആയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ.